എന്താണ് ആക്ച്വലി സർ എന്തായാലും ഒരു ദഹന പ്രശ്നം, പിന്നെ തേറ്റല്, പിന്നെ ഒരു ഛർദിക്കാൻ വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ വെറുതെ ഒരു കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അത് വിഷമം. ആ വിഷമം. ദഹന കുറവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, പൈസ അയച്ചു വരുന്നു, ആഹാരം കഴിക്കുന്നു, ചിലപ്പോ ആഹാരം കഴിക്കുന്നു. അതെ അതെ. അപ്പൊ ഞാനൊരു തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പറ്റിയത് സർ ഞാൻ നിങ്ങളുടെ ഇവിടെ അഡ്മിറ്റ് ആവട്ടെ സർ. അതെ, ഈ ബെഡിൽ സ്ഥലമുണ്ട്. അവനെ മാറ്റട്ടെ സർ, ഇവിടെ അഡ്മിറ്റ് ആവട്ടെ. ഞാൻ ചേച്ചി കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ അഡ്മിറ്റ് ആക്കണോ? ഡോക്ടർ പറയുന്നത് അഡ്മിറ്റ് ആവട്ടെ സർ. അല്ല ഞാൻ പറയും, ഇവിടെ ഇത്തിരി അസൗകര്യമാണ്. കാര്യം വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ അല്ല ഞാൻ വാടാക്കി തരാം. അല്ല അങ്ങനെ കൊടുത്തൂടെ അല്ല, അപ്പൊ നമ്മൾ ഹോം സർവീസ് ചെയ്യാനോ? ഏത്? അല്ല വേണ്ട, പിന്നെ നേഴ്സ് ഫ്രീ ആണല്ലോ. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് അറ്റൻഡ്. കാര്യം നമുക്കൊരു എനിക്ക് സത്യം എനിക്ക് എന്റെ സൗകര്യം പോലെയാണ് ഞാൻ അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന്. സർ ഒന്ന് എന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കൂ. ഹാർട്ട് ബീറ്റ് നോക്കൂ. വർഗീസ് സർ, ദൈവമേ, ഈ ഡോക്ടർ നാളെ പോക്സോ കേസിൽ നോക്ക് ഡോക്ടർ. വേണ്ട, ഇല്ല നെഞ്ചിടിപ്പ് കുറവുണ്ട്, എനിക്കറിയാം. ഉണ്ട്, നെഞ്ചിടിപ്പ് കുറവുണ്ട്. ഇവിടെ അറ്റാക്ക് ഒന്ന് ഒരുത്തം വന്നിട്ട് ഹാർട്ട് ബീറ്റ് നോക്കാത്ത ഡോക്ടറാണ്. അല്ല സത്യമായിട്ട് നെഞ്ചെടുപ്പ് കുറവുണ്ട്. സത്യമായിട്ട് മാലിന്യക്ക് സത്യമായിട്ട് ദൈവത്തിനാണ് സത്യം, മാലിന്യക്ക് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് മാലിയുടെ ഹസ്ബൻഡിനെ ഗൾഫിൽ നിന്ന് പരിധിച്ചാലേ, അല്ലെങ്കിൽ മാലിന്യക്ക് നെഞ്ചെടുപ്പ്. ഇപ്പൊ എന്താ മാലിന്യനെ കൊണ്ടുപോകണം, നിർത്തണോ? അല്ല മാലിയുടെ എത്രയും പെട്ടെന്ന് മാലിയുടെ ചേട്ടൻ ഇഞ്ചക്ഷൻ തരുമോ? വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ട. അയ്യോ, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കൂ. എന്റെ ട്രിപ്പിന്റെ പകുതി ഞാൻ കൂടെ. ഇവൻ ഏതാ മിണ്ടാരടാ, നിന്നെ പോലീസ് ഞാൻ പിടിച്ചു കൊടുക്കും. സർ ഒന്ന് പുറത്തു വരുമോ സർ? കുറച്ച് എന്തായാലും അവർ പറഞ്ഞില്ലേ സർ ഒരു കാര്യം. ഞാൻ വെറുതെ പറഞ്ഞപ്പോ ഡോക്ടർ അങ്ങ് പോയോ? അടുത്ത പേഷ്യന്റിനെ വിളിക്കട്ടെ ഡോക്ടറെ? റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോ? അല്ല ഞങ്ങള് അല്ല മാലിന്യ കൊണ്ടാക്കി. ഡോക്ടറെ, ഡോക്ടറെ, ഇയാൾ ഇത്തരക്കാരനാ. ഡോക്ടർ വരൂ തിരിച്ച്. കഴിഞ്ഞു. ഇതുപോലെ ഒരു ഡോക്ടർ എവിടെ കിട്ടി? ഒരു മനുഷ്യനെ കാണിക്കാതെ ഞാൻ മാലിന്യ വെളിയിൽ കൊണ്ടാക്കാൻ പോയത്. നിങ്ങൾ മാലിനി പ്രമാണിയാണ്. പ്രമാണിയാണ് മാലിനി ഇവിടെ ഇരിക്കും മാലിനി. കേസ് കിട്ടരുത്, വള്ളിക്കിട്ട് സാധനമായി. ഏത് മാലിന്യ? അങ്ങനെ പറയല്ലോ, ഒരു പാവപ്പെട്ട ചേച്ചി കഷ്ടം, അവര് ഹസ്ബൻഡിനെ കാണാത്ത ടെൻഷൻ ഉണ്ടാക്കി. അത് പിന്നെ അതിന്റെ ഒരു വിഷമാണ്. നമ്മളത് പാവം, നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ പിരിവിട്ട് ടിക്കറ്റ് എടുത്ത് ചേട്ടൻ ഇവിടെ വരുത്തിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനേ കൊറേ നേരം ഡോക്ടർ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് 8:30 മണിക്ക് മറ്റേ ഇത് കാഷ്വാലിറ്റി എന്താ പറയുന്നത്, റൗണ്ട്സ്. ഹലോ, ഒളിച്ചോടിയതാണല്ലേ ഇദ്ദേഹത്തിന്റെ കൂടെ? പുള്ളി ഒരുപാട് പേരുടെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ട്. ഞാൻ എന്നും കൊണ്ടുവരും തിരിച്ച്. നമ്മൾ ഒരാളെ കൂടെ ഇറങ്ങിപ്പോ അത് ആരാണെന്നൊക്കെ നോക്കണ്ടേ? അതിന് ചേട്ടൻ വേറെ പെണ്ണുങ്ങളെയാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഒറിജിനൽ. ഞാൻ നിങ്ങൾ രണ്ടുപേരും പോയപ്പോഴാണ് നിങ്ങൾ പോലീസ് ഊതിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ഊതിയപ്പം എന്റെ ആൽക്കഹോളിക്കാണ്. നിങ്ങൾ രാവിലെ ഇവരോടല്ലേ വന്നത്? അതെ, ഞാൻ ഉറക്കമുള്ള അടിയാണോ അദ്ദേഹം? അല്ലല്ല, നിങ്ങൾ നോക്കണം കേട്ടോ, മോര് തീർന്നെങ്കിൽ അതിപ്പോ സമയം താമസം. എനിക്ക് പക്ഷെ കുറച്ചേ തരത്തുള്ളൂ, അത് ഞങ്ങളുടെ ദാമ്പത്യം. പക്ഷെ പോലീസ് ഊതിപ്പിച്ചപ്പോ രണ്ടുപേരും ഊതിയപ്പോഴും മിഷ്യൻ സൗണ്ട് കേട്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കൂടെ വരും, നമുക്ക് ആൽക്കഹോളിക് ടെസ്റ്റ് നടത്താറുണ്ട്. ശരി ഡോക്ടറെ, ടൈം കഴിഞ്ഞു ഡോക്ടറിന്റെ അല്ലേ? ശരി ഡോക്ടറെ, ഇല്ലല്ലോ, എനിക്ക് ഇനിയിപ്പോ ഇവിടെ പോണം. എനിക്ക് 4:30 ശേഷം അവിടെ ഡ്യൂട്ടി ഉണ്ട്, എവിടെ? എയർപോർട്ടിന്റെ അടുത്ത്. ശരി, പോയി രോഗി അയക്കോ. നല്ലൊരു കൈഡി കൊടുക്കും ഡോക്ടറിന്. രോഗി ഡെർമറ്റോളജിസ്റ്റ്. ക്യാരക്ടർ ചേഞ്ച്. അഖിൽ എന്തോ വരൂ. എന്തായിരുന്നു പ്രശ്നം? എനിക്ക് ചെറിയ ചൊറിച്ചില്. എവിടെയാണ്? നല്ല അടിയിട്ടേ പറഞ്ഞ പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കിടക്ക്, നോക്കട്ടെ ഞങ്ങള്. അങ്ങനെ കിടക്കണം. എന്നിട്ട് കർട്ടൻ ഇട്. എന്നിട്ട് എവിടെയാന്ന് വെച്ച് കർട്ടനിട്ട് കാണിക്കേണ്ട തലമൊന്നുമല്ല, മുതുകിൽ തന്നെ. എവിടെയാണ് ചൊറിച്ചില്? എത്ര ദിവസമായി ചൊറിച്ചിൽ തുടങ്ങിയിട്ട്? ചൊറിച്ചിൽ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോഴുള്ളൂ.